ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 40 mm തിക്നെസ് ഉള്ള ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബേസിൻ്റെ അളവിൽ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബേസിൻ്റെ സൈഡ് മറയ്ക്കാനായിട്ട് നമുക്ക് താഴോട്ടുള്ളവരിലും തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് തെർമോക്കോളിൻ്റെ 4 സൈഡിലും ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ബേസിൻ്റെ മുകളിൽ ഇരുന്നോളും. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ശിവലിംഗത്തിൻ്റെ മണ്ടഭാഗമാണ്. അതിനുവേണ്ടി 4 തെർമോക്കോളിൻ്റെ ഷീറ്റ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഫിനിഷിംഗ് കിട്ടാനായിട്ട് നമുക്ക് സാൻഡ് കൂടെ ചെയ്തെടുക്കാം. ഇനി ശിവലിംഗത്തിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ നമുക്ക് തെർമോക്കോളിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒരെണ്ണൂടെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടുകൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ശിവലിംഗത്തിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകിപ്പോഴുള്ള പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ശിവലിംഗത്തിൻ്റെ താഴ്ഭാഗത്തിനായിട്ട് 3 റൗണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവ 3 നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് നമുക്കൊരു ചെറിയ കോണളവ് കിട്ടുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നടുവിലത്തെ പോർഷനോട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുകൾ ഭാഗത്തോടെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 2 തടിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ട്യൂബ് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഹോൾ വിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവ രണ്ടുകൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇത് നമുക്ക് തടിയുടെ പൊടി ഇട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ 2 തെർമോക്കോൾ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവ നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ തെർമോക്കോളിൻ്റെ ബോക്സിലിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ശിവലിംഗം കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ തടിയുടെ ഷേപ്പ് കൂടെ നമുക്ക് ശിവലിംഗത്തിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ചൂടായ സോൾഡറിംഗ് ഉപയോഗിച്ച് നമുക്ക് ഇത് കല്ലിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ സൈഡിലെല്ലാം വരച്ചെടുക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് നമുക്ക് സിമെന്റ് കലക്കി ഈ തെർമോക്കോളിൽ ഫുള്ള് അടിച്ചു കൊടുക്കാം. അങ്ങനെ മുഴുവൻ സിമെന്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിലെ സിമെന്റൊക്കെ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ ചെറിയൊരു മൺകുടം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മൺകുടത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇതുകൊണ്ടൊരു ഹോൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മൺകുടത്തിനകത്തോട്ട് ഇതുകൊണ്ടൊരു ട്യൂബ് കടത്തി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മരത്തിൻ്റെ കഷ്ണത്തിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ട്യൂബ് നമുക്ക് ഈ ഒരു തടിക്കകത്തൂടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തോടെ MC-യിലൊക്കെ ഇട്ട് നല്ലതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്യൂബിൻ്റെ ഒരു സൈഡാണ് വേണ്ടിയത്. ഇനി ഈ ശിവലിംഗത്തിന് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫൗണ്ടേഷൻ ഞാൻ ഇതുകൊണ്ട് ഒരു ബ്രൗൺ കളറാണ് അടിച്ചു കൊടുത്തത്. തടിയുടെ കളർ ഇതുകൊണ്ട് പച്ചയാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് അതിനകത്ത് ബ്രൗൺ കൊണ്ട് ചെറുതായിട്ട് ഷെയ്ഡും ചെയ്തു. കുടത്തിന് ഞാൻ യെല്ലോ ആണോ പച്ചയാണോ എന്നറിയത്തില്ല, എന്തോ ഒരു കളർ ഞാൻ അടിച്ചു കൊടുത്തു. ശിവലിംഗം ഇരിക്കുന്ന ഫ്ലോറിന് ഞാൻ ഓറഞ്ച് കളറും ഗ്രൗണ്ട് ഫ്ലോറിന് ഞാൻ ഒരു ബ്ലൂ ഷെയ്ഡും കൊടുത്തു. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ശിവന് കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം പമ്പ് ചെയ്യാൻ വെച്ചിട്ട് ഇതുകൊണ്ട് ഒരു 5 വോൾട്ടിന് DC മോട്ടർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മോട്ടർ നമ്മളിട്ട് ട്യൂബിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഈ മോട്ടറിന്റെ വയർ ഞാൻ നീളം കൂട്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ തുമ്പത്തി ആയതുകൊണ്ട് ഒരു മൈക്രോ USB-യുടെ ഫീമെയിൽ സോക്കറ്റോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത പ്ലാസ്റ്റിക് പാത്രത്തിന് മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിനകത്ത് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മോട്ടറിന്റെ വയർ പ്ലഗ് ഇൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഓണാക്കാം. കണ്ടില്ലേ ഗായ്സ് വെള്ളം വരുന്നത്. ഇനി ഈ വെള്ളത്തിന്റെ കളർ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ വൈറ്റ് കളർ ആഡ് ചെയ്യുവാണേ. ഓക്കെ ഗായ്സ്, ഇപ്പം അടിപൊളിയായി കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ? അപ്പോൾ ഇതിനകത്തിന് ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ നിങ്ങളെ പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ട് ഇത്ര ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.